ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 750 ml വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ ക്രീം ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു മധുരം ഉണ്ട് കേട്ടോ. പാൽപ്പായസത്തിന് എപ്പോഴും നല്ല മധുരം കാണും. പിന്നെ ഇച്ചിരി മധുരം കുറവ് മതിയെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ തിളപ്പിച്ച് അത് ഒന്ന് തീ കുറച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണേ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കാണുമല്ലോ. അപ്പോൾ കുറുകി തിളച്ചതിന് ശേഷം ഞാൻ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒരല്പം കുറുകിയതിന് ശേഷമാണ് അതിനകത്തോട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടാത്തവർക്കാണെങ്കിൽ കുക്കറിലൊക്കെ ചെയ്യണമെങ്കിൽ കുക്കറിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചനെല്ല് കുത്തിയതാണ്. അപ്പോൾ പായസത്തിൻ്റെ അരിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം വീണ്ടും ഞാനിപ്പോൾ കുറച്ച് പറ്റിയതിന് ശേഷം ഈ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് നല്ലപോലെ ഇത് വെന്ത് വരണം. പിന്നെ നമ്മളിതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഏലക്കപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് ഒരു അല്പം നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ കുറച്ചും കൂടെ ഒക്കെ കുറുക്കി അങ്ങനെ എടുക്കുവാണെങ്കിൽ ആദ്യമേ അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പിങ്ക് ഷെയ്ഡ് ആ ഒരു കളറിൽ വന്നേനെ. ഇത് ലൈറ്റ് ഒരു പിങ്ക് കളറേ വരത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ വയ്യ, ഒത്തിരി സമയം എടുക്കും എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അരി കുക്കറിൽ വേവിക്കുക. എന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഇച്ചിരി ടേസ്റ്റിൽ എപ്പോഴും വ്യത്യാസം കാണും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കും, ഇങ്ങനെ പാലിലിട്ട് കുറുക്കിയെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അരി ഒരു പാതി വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ. ഇടയ്ക്ക് അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അല്ലാതെ എപ്പോഴും ഇളക്കി മാത്രം ഇരിക്കേണ്ട. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ അത് കുറുകി അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരല്പ സമയം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മധുരം ആദ്യമേ ഇട്ടതേ ഉള്ളൂ. നല്ല പാകത്തിന് തന്നെ മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഞാൻ ചേർത്തിട്ടില്ല. അതവൻ്റെ ഇച്ചിരി മധുരം നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടെങ്കിൽ 1.25 കപ്പൊക്കെ ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. നല്ല കറക്റ്റായിട്ട് വെന്ത് നമ്മളെല്ലാം കുറുകി തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പാട കെട്ടത്തുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പായസമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പാട കെട്ടി വരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പാട കെട്ടത്തുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ് ഇത്.